Rangam Lingayate Girim Yatkripatamaham Vande Sri Guru Dinatarinam Sri Chaitanyam Ishwaram Sri Paramananda Madhavam. Hare Krishna. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭഗവത്ഗീത അധ്യായം 15 ശ്ലോകം 5 15-5. പതിനഞ്ചാമത്തെ അധ്യായം 5-ാം ശ്ലോകം. നിർമാനമോഹാജിത സംഗദോഷോ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സഞ്ജയൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷോ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്തൈ സുഖദുഃഖ സഞ്ജയൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷോ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സഞ്ജയൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷ ആധ്യാത്മനിത്യാ വിനിവൃത്ത കാമ വിമുക്ത സുഖദുഃഖ സഞ്ജയ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സഞ്ജയ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സഞ്ജയ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. നിർമാനമോഹാജിത സംഗദോഷ ആധ്യാത്മ്യ നിത്യാ വിനിവൃത്ത കാമ. വാക്കർത്ഥം: നിർമാനമോഹ മാനവും മോഹവും അറ്റവരായി, ജിതസംഗദോഷ സംഘദോഷത്തെ ജയിച്ചവരായി, ആധ്യാത്മ്യ നിത്യ എന്നെന്നും ആധ്യാത്മിക ജ്ഞാനത്തിൽ വിനിവൃത്ത കാമ കാമവാസനകളിൽ നിന്ന് പിന്തിരിഞ്ഞവനായി, സുഖദുഃഖ സഞ്ജയ് സുഖദുഃഖ സഞ്ജയങ്ങളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്ത മുക്തനായി, ആരൂഢ ആമൂഢനായിരിക്കുന്നവൻ, അവ്യയം അവ്യമായ തത്പദം ആ പരമപദത്തെ ഗച്ഛന്തി ഗമിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ്
സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തനാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. ഭാവാർത്ഥം: ആത്മനിവേദനത്തിന്റെ പ്രക്രിയയാണ് ഇവിടെ ഭംഗിയായി വിവരിക്കുന്നത്. ഒരാൾക്ക് ആദ്യമായി വേണ്ടുന്ന ഗുണമാണ് അഹംഭാവത്തിൽ നിന്ന് വിഭ്രാന്തരായിരിക്കുക എന്നത്. പ്രകൃതിക്ക് അധീശൻ താനാണെന്ന ധാർഷ്ട്യം, ഗർവം വച്ച് പുലർത്തുന്ന ബദ്ധജീവന് ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടും. പരമാർത്ഥ ജ്ഞാനം വളർത്തിയെടുത്ത് താനല്ല ഭൗതിക പ്രകൃതിക്ക് അധീശൻ എന്ന് മനസ്സിലാക്കണം. പരമദിവ്യോത്തമ പുരുഷനാണ് പ്രകൃതിക്ക് അധീശൻ. അഹങ്കാരജന്യമായ വിഭ്രാന്തിയിൽ നിന്ന് മുക്തനായാൽ ഭഗവാനിലേക്കുള്ള ആത്മാ അർപ്പണം ആരംഭിക്കാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബഹുമതി നേടണമെന്ന് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പരംപുരുഷനെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. മായയിൽ നിന്നുളവാകുന്നതാണ് അഹംഭാവം. ഇവിടെ വന്ന് കുറച്ച് നാൾ താമസിച്ച ശേഷം വീണ്ടും പോകുന്നവർ ഈ ലോകത്തിലെ പ്രഭുക്കളാണെന്ന് സ്വയം ഭാവിക്കുന്നത് എന്തൊരു ബോക്ഷത്വമാണ്. ഇങ്ങനെ ഭാവിക്കുന്നത് കൊണ്ട് അവർ ഏത് കാര്യത്തിലും കുഴപ്പം ഉണ്ടാക്കുകയും എപ്പോഴും ക്ലേശിക്കാൻ ഇടവരികയും ചെയ്യും. ലോകം ഈ തോന്നലിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഭൂമി മനുഷ്യവർഗത്തിന്റെ സ്വത്താണെന്ന് ആൾക്കാർ കരുതുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ അതിനെ വിഭജിക്കുകയും ചെയ്യുന്നു. മനുഷ്യവർഗത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ കീഴിലാണ് ഭൂമി എന്ന മിഥ്യധാരണ ഉപേക്ഷിച്ചേ തീരും. എന്നാൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. തെറ്റായ ഇത്തരം ബന്ധനങ്ങളാണ് മനുഷ്യനെ ഭൗതിക ലോകമാവുന്ന കുടുക്കിൽപ്പെടുത്തുന്നത്. ഇവയിൽ നിന്നും മുക്തി നേടിയിട്ട് വേണം ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ. എന്താണ് തന്റേതെന്നും എന്താണ് തന്റേതല്ലാന്നതും അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുതകളെ അതേപടി അറിയാൻ കഴിഞ്ഞാൽ സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ആദിയായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ജ്ഞാനത്തിന്റെ പൂർണ്ണത വരും. ഭഗവാൻ സ്വയം സമർപ്പണം ചെയ്യാനും സാധിക്കും. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. പ്രഭുപാദ കീ ജയ്. ഹരേ കൃഷ്ണ. പരമ പുരുഷോത്തമ യോഗം എന്ന അധ്യായമാണ്. പുരുഷോത്തമം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഉത്തമൻ. പുരുഷൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ആസ്വാദകൻ എന്നാണ്. ദൈവം ഒരു ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു സംശയം പലപ്പോഴും തോന്നുന്നു. ദൈവം ആണായേ തീരും. കാരണം എൻജോയർ എന്നുള്ള അത് ഒരു പുരുഷൻ, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റ് ഒരു പുരുഷനാണുള്ളത്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും പ്രകൃതികളാണ്. നമ്മൾ ഭഗവാൻ ആസ്വദിക്കാൻ വേണ്ടിയുള്ളവരാണ്. നമ്മളിപ്പം പുരുഷന്റെ ശരീരം ഇടുന്നുണ്ടെങ്കിലും സ്ത്രീയുടെ ശരീരം ഇടുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഭഗവാന്റെ പ്രകൃതികൾ മാത്രമാണ്. അപ്പം നമ്മൾ പലരും ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പുരുഷന്റെ മൂഡ് എടുക്കാനാണ് ശ്രമിക്കുന്നത്.
നമ്മൾ സേവനത്തിലല്ല, എല്ലാവരും എന്നെ സേവിക്കുന്നു എങ്ങനെയാണെന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു പുരുഷന്റെ മൂഡ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ പുരുഷൻ എന്നുള്ള ഇതിന്, ആ അർത്ഥത്തിന് ഒരേ ഒരു യഥാർത്ഥ അവകാശിയേ ഉള്ളൂ, അത് ഭഗവാനാണ്. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഉത്തമൻ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് തോന്നും ഒരുപാട് പുരുഷന്മാരുണ്ട് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ പുരുഷന്മാരാവാൻ ഭാവിക്കുന്നവരാണുള്ളത്. ഒരേ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഏകലേ ഈശ്വര കൃഷ്ണ അരസഭ ഭൃത്യ എന്നാണ് പറയുന്നത്. ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ കൃഷ്ണൻ, ബാക്കി എല്ലാവരും ഭൃത്യന്മാരാണ് എന്നാണ് പറയുന്നത്. ഈവൻ ദോ ഭഗവാന്റെ ഇൻകാർണേഷൻസും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം ഭഗവാനെ സേവിക്കാനാണുള്ളത്. നമുക്ക് ബലരാമന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ബലരാമനും ആത്യന്തികമായിട്ട് ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്ത് ഭഗവാനെ സേവിക്കുകയാണ് നോക്കുന്നത്. അപ്പം റിയലി ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ മാത്രമാണ്. അപ്പം ഇവിടെ ഇത് പുരുഷോത്തമ യോഗമാണ്. പുരുഷോത്തമ യോഗം എന്ന് വെച്ചാൽ അത്ര ഉത്തമനായ പുരുഷനെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന യോഗമാണ്. അപ്പൊ ആദ്യമേ ഭഗവാൻ ഈ അധ്യായത്തില് അർജുനോട് പറഞ്ഞത് ഒരു തലതിരിഞ്ഞ മരത്തെക്കുറിച്ച്. ആധ്യാത്മിക ലോകത്തിന്റെ നേരെ തലതിരിഞ്ഞ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രകൃതിയാണ്, നമ്മുടെ നൈസർഗിക സ്വഭാവം സ്ത്രീയാണ്. ഇപ്പൊ ആണിന്റെ ശരീരം ഇടുന്നവരും സ്ത്രീയുടെ ശരീരം ഇടുന്നവരും എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവിന്റെ നൈസർഗിക സ്വഭാവം സ്ത്രീയാണ്. ആ സ്ത്രീ ആയിട്ടുള്ളവര് ആത്മീയ ലോകത്തിൽ, അതായത് സ്ത്രീ മനോഭാവമുള്ളവര് ആത്മീയ ലോകത്തിൽ ഉണ്ടായിരുന്ന ഭഗവാനെ സേവിക്കുന്നവര് നമ്മളെല്ലാരും ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് പുരുഷനാകാൻ ശ്രമിക്കുക. ആത്മീയ ലോകത്തിൽ നമ്മുടെ മനോഭാവം സേവനമാണ്, ഭഗവാന്റെ സേവനമാണ്. അത് നൈസർഗികമായിട്ടൊരു സ്ത്രീ എന്നുള്ള ഇതിലാണ് വരുന്നത്. അത് നേരെ തലതിരിഞ്ഞ് വരികയാണ് ഇവിടെ ഭൗതിക ലോകത്തില് ഒരു പുരുഷനായിട്ട് വരിക. പുരുഷന്റെ മനോഭാവം എടുത്താണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പം സ്ത്രീയെന്നും പുരുഷനെന്നും യഥാർത്ഥത്തിൽ അത് ശാരീരിക സംബന്ധമായ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആത്മാവിന്റെ നൈസർഗിക ഗുണം അനുസരിച്ച് നമ്മൾ എല്ലാവരും സ്ത്രീകളാണ്. അപ്പം ഈ ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ പുരുഷനാകാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ തലതിരിഞ്ഞ പ്രതിഫലനം എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ എന്നെന്നും ശാശ്വതമുണ്ട്, ഇവിടെ എല്ലാം ടെമ്പററിയാണ്. അവിടെ എപ്പോഴും സന്തോഷമുണ്ട്, ഇവിടെ എപ്പോഴും ദുഃഖങ്ങളാണ്. അവിടെ എല്ലാം പൂർണ്ണമായ അറിവുണ്ട്, ഇവിടെ അറിവുകൾ പൂർണ്ണമായിട്ടില്ല. അവിടെ എല്ലാവരും ഭഗവാനെ സേവിക്കുന്നു. നമ്മളിവിടെ തിരിച്ച് നമ്മൾ ഓരോരുത്തരും ആസ്വദിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ആസ്വാദകരാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കിടക്കുന്ന നമ്മള് തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകണമെങ്കിൽ ആ ബന്ധത്തിനെയാണ്, ആത്മീയ ലോകത്തിലേക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്ന പ്രക്രിയയാണ് പുരുഷോത്തമ യോഗം എന്ന്. അപ്പം ഈ ഭൗതിക ലോകത്തില് നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതില് നമ്മള് ബ്രജസേനപ്രഭുവും ഷഡ്ഭുജപ്രഭുവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ ഓരോരോ ചില്ലുകളിൽ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ആസ്വാദനം കിട്ടുമെന്ന് നോക്കി, ഈ ചില്ലയിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ചില്ലയിൽ കിട്ടുമെന്ന് നോക്കി, ഇങ്ങനെ ഈ വലിയ വേരുള്ള ഒരിക്കലും നമുക്ക് എൻഡ് കാണാൻ പറ്റാത്ത ഈ അരയാൽ വൃക്ഷത്തില് നമ്മളിങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. അപ്പം ഭഗവാൻ അവിടെ പറയാണ്, നീ ശരിക്കും അറിവ് നേടിയിട്ട് ആ വൈരാഗ്യമാകുന്ന വാളുകൊണ്ട് അതിനെ ഛേദിക്കണം. ഈ മൂഢമായ സ്വർഗത്തിൽ നിനക്ക് ഒരിക്കലും ആസ്വാദകനാകാൻ പറ്റില്ല. നിന്റെ നാച്ചുറൽ നീ സെർവന്റ് ആണ് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ നിനക്ക് ഈ ആസ്വാദിക്കണം എന്നുള്ള ആ ത്വര, അതിനെ വൈരാഗ്യമാകുന്ന വാളുകൊണ്ട് വെട്ടണം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ഭഗവാൻ അതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതാണ് ഈ പുരുഷോത്തമ യോഗം എന്ന അധ്യായം. ഇതില് ഭഗവാൻ ആദ്യം ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആദ്യം പറഞ്ഞു. നീ ഇതിൽ നിന്ന് പുറത്തു വരണം, ഈ ഭൗതിക ലോകത്തിൽ നിന്ന്
പുറത്തു വരണം, നീ ആത്മീയ ലോകത്തിലേക്ക് വരണം. അത് എങ്ങനെ ചെയ്യണം എന്നതാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് തിയറി അറിയാം, ഇതാണ് നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകണം എന്ന് തിയറി ഉണ്ട്. അതില് എന്താണ് നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ട കാൽവെപ്പ്? നമ്മൾ ഇത് അറിഞ്ഞ ഉടനെ നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രാവർത്തികമായ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്താലേ നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ വരാൻ പറ്റും. അതിലെന്താ ചെയ്യുന്നത്? അതാണ് ഭഗവാൻ ഇവിടെ ഫസ്റ്റ് പറയുന്നത്, നിർമ്മാനമോഹ ജിതസ്. അതില് ഒരു അതിശയം, ഇതിൽ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിർമ്മാനമോഹ ജിതസംഗദോഷ ആധ്യാത്മിക വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്തി സുഖദുഃഖ സഞ്ചയം. അതായത് 1, 2, 3, 4, 5, 6 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്ര ക്വാളിഫിക്കേഷൻ വരണം. പക്ഷെ പ്രഭുപാദിന്റെ ഭാവാർത്ഥം കണ്ടാൽ അവസാനത്തെ ഒരു വരി ഒഴിച്ച് ബാക്കി എല്ലാം അഹങ്കാരമില്ലാതാകണം എന്നാണ് പറയുന്നത്. മിഥ്യാഹങ്കാരം വേണ്ട എന്നുള്ളൊരു കാര്യമാണ് പ്രഭുപാദ് പറയുന്നത്. ബാക്കി ഇത്രയും 6 ഉണ്ടെങ്കിലും പ്രഭുപാദ് ഫുൾ ആ ഭാവാർത്ഥത്തിൽ, ആ 2 പാരഗ്രാഫ് വരുന്ന ഭാവാർത്ഥത്തില് അഹങ്കാരമില്ലാതിരുന്നാൽ മാത്രമേ ബാക്കിയെല്ലാം വരൂ. അഹങ്കാരം ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്ന അവസാനത്തെ ലൈനിൽ പ്രഭുപാദ് പറയുന്നത്. അതൊന്ന് വായിക്കാം. എന്താണ് തന്റേതെന്നും തന്റേതല്ലാത്തതെന്നും ഉള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുതകളെ അതേപടി അറിയാൻ കഴിഞ്ഞാൽ സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ആദിയായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും, ജ്ഞാനത്തിന് പരിപൂർണത വരും, ഭഗവാന് സ്വയം സമർപ്പിക്കാനും പറ്റും. ഇവിടെ ഈ ഒരു വാക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് തന്റേതെന്നും തന്റേതല്ലാത്തതെന്നും ഉള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അഹങ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഉത്തരം അതിനകത്താണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. പല കാര്യങ്ങളും നമ്മൾ അതിന്റെ ഉടമസ്ഥനാണ് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ അഹങ്കാരത്തിന് കാരണം. ഈ പ്രകൃതിക്ക് ഞാനാണ് ഉടമസ്ഥൻ എന്ന് ധരിക്കുന്നതാണ് ഈ അഹങ്കാരത്തിന് കാരണമെന്ന് പ്രഭുപാദ് പറയുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് തനിക്കുള്ളതെന്നും എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നും വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം, സുഖദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടും, അസത് സംഘത്തിൽ മോശമായ അസോസിയേഷനിൽ നിന്ന് മോചനം കിട്ടും, ക്ലേശങ്ങൾ ഒഴിയും, ഭൗതിക തൃഷ്ണ ഒഴിയും, പിന്നെ സുഖദുഃഖാദികൾ ദ്വന്ദ്ങ്ങളിൽ മോചനം, വിഭ്രാന്തി ആവത്തില്ല. അങ്ങനെ അയാൾക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് പറ്റും എന്ന് പറയാം. അപ്പം ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വേർഡാണ്, നിർമ്മാനമോഹ. നിർമ്മാനമോഹ ആ 3 വാക്കുകളാണ് അതിനകത്തുള്ളത്. നിറുണ്ട്, മാനയുണ്ട്, മോഹമുണ്ട്. നിർമാന എന്ന് പറഞ്ഞാല് ബഹുമാനം കാക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ മാനമോഹ. മാനമോഹ എന്ന് പറഞ്ഞാല് അഭിമാനം കാക്ഷിക്കുന്നു, അത് വേണ്ട. നിർമാനമോഹ, ഇതാണ് ഇതിനകത്ത് ഉള്ളത്. നിർമാനമോഹ എന്നുള്ള വേർഡാണ് ഇതിനകത്ത് ഏറ്റവും. അതായത് ബഹുമാനം കാക്ഷിക്കുന്നില്ല. നമ്മൾ എപ്പോഴൊക്കെയാണ് ബഹുമാനം കാക്ഷിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ബഹുമാനം കാക്ഷിക്കും. ഞാനിത് ചെയ്തു എന്നുള്ളൊരു ബഹുമാനം കാക്ഷിക്കും. ഞാനൊരു വീട് മേടിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ വീടാണ് എന്നുള്ളൊരു ബഹുമാനം നമ്മൾ ആഗ്രഹിക്കും. ഞാൻ നല്ലപോലെ പാട്ട് പാടി കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പാട്ടുകാരിയാണ് അല്ലെങ്കിൽ പാട്ടുകാരനാണ് എന്നുള്ള ബഹുമാനം കാക്ഷിക്കും. എനിക്ക് നല്ലൊരു ശരീരമുണ്ട്, സൗന്ദര്യമുള്ള ശരീരമുണ്ട്, ഇത് എനിക്ക് ഇത്രയും സൗന്ദര്യമാണ്, എനിക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് നമ്മൾ എല്ലായിടത്തും കാണിക്കും. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടേത് സ്വന്തമല്ല എന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ ബഹുമാനത്തിന് വേണ്ടി കാക്ഷിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഹുമാനത്തിന് വേണ്ടി കാക്ഷിക്കുമ്പോഴാണ് അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ഭൗതിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേരും പ്രശസ്തിക്കും നിലനിർത്താൻ വേണ്ടിയാണ്. നമുക്കുള്ള വീടായാലും, നമുക്ക് ചെറിയൊരു വീടായിരിക്കും നമുക്ക് മതിയാവുക, പക്ഷെ നമ്മൾ വലിയ വീട് വെക്കും, അപ്പൊ നമുക്ക് പേരും പ്രശസ്തിയും കൂടും.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ പേരായിരിക്കും നമ്മളെ അറിയുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് പേര് അറിയണം എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ വച്ചിരിക്കുന്ന ഒരു സ്ഥാനത്തെ ഉയർത്തി വെക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഇതൊന്നും നിന്റേതല്ല. കാരണം നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റിയതെന്ന്, നമ്മൾ ഈ വീട് നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് പോകണം. പക്ഷെ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കൊരു മൊബൈല് സ്വന്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്തെല്ലാം മൊബൈൽ കൊണ്ടുപോകത്തില്ല. ഞാൻ ഈ മൊബൈൽ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഇവിടെ വച്ചിട്ട് പോകത്തില്ലല്ലോ. ഞാൻ താഴെ ഇറങ്ങി പോകുമ്പോഴും ഒക്കെ ഈ മൊബൈല് ഞാൻ സ്വന്തം. അതാണ് സ്വന്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ കാണും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ആത്മാവിന്റെ കൂടെ ഒന്നും സ്വന്തമായിട്ട് കൂടെ വരുന്നില്ല. ഒന്നും വരുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നില്ല, ബന്ധുമിത്രാദികൾ വരുന്നില്ല, വീട് വരുന്നില്ല, ഒരു കാര്യവും നമ്മുടെ കൂടെ സ്വന്തമായിട്ട് വരുന്നില്ല. അപ്പം താൽക്കാലികമായിട്ടുള്ള ഒരു കെയർ ടേക്കർ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത്. കെയർ ടേക്കർ ഒരിക്കലും ഉടമസ്ഥൻ എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നമുക്കിവിടെ ഒരു തോട്ടം ഉണ്ടെന്ന് വെച്ചു. ഒരു തോട്ടം നമ്മൾ വിദേശത്തേക്ക് പോകും. നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്തു, ഇയാള് ഇവിടെ വന്ന് ഈ തോട്ടം നോക്കാനായിട്ട് പറയുന്നു. പക്ഷെ അയാൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഇത് എന്റെ തോട്ടമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഞാൻ വിദേശത്തുള്ള മുതലാളിയുടെ തോട്ടം പരിപാലിക്കുകയാണ്. അപ്പൊ അതേപോലെ വേണം നമ്മൾ നിൽക്കാൻ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് പരിഭ്രാന്തി ഉണ്ടാവത്തില്ല. പരിഭ്രാന്തി വരുമ്പോൾ നമുക്കൊന്നും ഭഗവാനെ കുറിച്ച് ഓർക്കാനേ പറ്റില്ല. ഒരു ഉത്കണ്ഠയുള്ള സമയത്ത് ഒന്നും ആർക്കും ഭഗവാനെ ഓർക്കാനായിട്ട് പറ്റില്ല. ഇത് എന്റേതാണ്, ഇത് നഷ്ടപ്പെട്ടു പോകുമോ, ഇത് പോകുമോ എന്നുള്ള ഭയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പം നമുക്ക് ഭഗവാനെ ഓർക്കാനായിട്ട് പറ്റില്ല. പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വട്ടം പറഞ്ഞു, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. അപ്പം ഒരാള് ഇങ്ങനെ ഫോൺ വിളിച്ച് നിങ്ങളുടെ പാർസലിൽ ഇത്രയും മയക്കുമരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫോൺ വിളിക്കും. ഇന്നും ഒരാള് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, അതാണ് കുറച്ചു നേരം കേട്ടിട്ട് കട്ട് ചെയ്തു. പക്ഷെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു, ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയം തോന്നും. ഫസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാഴ്സലില് MDMA എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് ഇപ്പൊ പോലീസ് കോൺഫിസ്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി, നിങ്ങളെ പോലീസുമായിട്ട് കണക്ട് ചെയ്യാം പറയുമ്പോൾ നമ്മളൊന്നും പാഴ്സലൊന്നും അയച്ചില്ലല്ലോ, അത് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണ് നിങ്ങളുടെ പേരിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ കോള് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സംശയം തോന്നിയില്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ അയാളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ അവര് നമ്മളെ വളരെയധികം ഭയപ്പാടിലേക്ക് കൊണ്ടുവരും. ഒരുപാട് ഭയപ്പാടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ആ വ്യക്തിക്ക് എന്ത് പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പം ഒരു ദിവസം 2 ദിവസം അദ്ദേഹം ആ കോളിൽ നിൽക്കും. അങ്ങനെ അവർ ചോദിക്കുക, ഏറ്റവും അവസാനം ഒരു പണം ഇടാനായിട്ട് ചോദിക്കത്തുള്ളൂ. കാരണം ആ വ്യക്തിയുടെ ആ ഫുൾ റുട്ടീനും പോയി, ഉറക്കം നഷ്ടപ്പെട്ടു. ആ വ്യക്തി വളരെ വിഭ്രാന്തമായി. ഇതാണ് ഈ പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്, കള്ളന്മാരെയൊക്കെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത്. അവരെ ഒരു ദിവസം 2 ദിവസം അവർക്ക് വളരെ ഇരുട്ട മുറിയിലിരുന്ന് അവരവസാനം ബ്രേക്ക് ഡൗൺ ആവും. ഈ ഇതിക്കുള്ള എനിക്ക് പറ്റില്ല, അവരുള്ള സത്യം അങ്ങനെ പറയും. അതേപോലെ നമ്മളാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു ഘട്ടം ആകുമ്പോഴത്തേനും നമ്മുടെ എങ്ങനെയും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സഹായം ചെയ്യുന്ന പോലെ തോന്നും. ഇതൊന്നും ഇല്ല, എല്ലാം പുകമറയാണ്. പക്ഷെ തോന്നും ഇതൊരു സഹായമാണ്, എങ്ങനെയും ഇയാൾ പറയുന്ന പോലെ ഞാൻ ചെയ്ത് ഈ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് ഞാനിപ്പോ റീസെന്റ് 1.25 കോടി രൂപയാണ് ഒരാളുടെ നിന്ന് നഷ്ടപ്പെടുന്നത്. ഇന്നലത്തെ വാർത്തയിൽ ഞാൻ കേട്ടത്. അതും ഒരു ഇത് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ അത്ര ഇപ്പൊ ഈ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാല് ആ പരിഭ്രാന്തി ജനിപ്പിക്കും. പരിഭ്രാന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യാനും പീസ്ഫുൾ ആയിട്ടിരിക്കാനും പറ്റില്ല. അപ്പം ഇവിടെയാണ് നിർമ്മാന മോഹ എന്നുള്ള ഇതൊന്നും നമ്മുടേതല്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകുന്ന ആളാണെങ്കിൽ നമ്മൾ അത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴോ കിട്ടുമ്പോഴോ അത്രയും ഭയക്കേണ്ട ആവശ്യമില്ല. അത് നോക്കിയാൽ പറ്റും. എന്റെ ഇതല്ല.
പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ അല്ല. ഓക്കെ. അപ്പം ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെയാണ് ആ നിർമ്മാന മോഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. എന്തുകൊണ്ടാണ് പ്രഭുപാദ് ഇത്രയും കാര്യമായിട്ട് അതിനെ വിശദീകരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഈശ്വരന്റെ അംശമാണ്. നമ്മൾ ഈശ്വരനിൽ നിന്ന് മാറിയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറെ അസോസിയേഷനും കുറെ ഇതുമൊക്കെ നമ്മുടെ ശാരീരിക സംബന്ധമായി കിട്ടിയിട്ടുണ്ട്. ഈ ശരീരം അവസാനിക്കുമ്പോൾ അതും എല്ലാം പോകും. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. കാരണം ഇത് നമുക്ക് മനസ്സിലാക്കും. നമുക്കെല്ലാം അറിയാം, ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഈ ശരീരം ജനിച്ചപ്പോഴല്ല നമ്മൾ ജനിച്ചതെന്ന് അറിയാം. നമുക്ക് ഇതിനു മുമ്പും ജന്മങ്ങൾ ഉണ്ടെന്ന് അറിയാം. എല്ലാ ജന്മങ്ങളും ഉണ്ടെന്ന് അറിയാം. ആ ജന്മത്തിലൊക്കെ നമുക്ക് എത്ര എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, എത്ര ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ഉത്കണ്ഠകൾ ചെയ്തിട്ടുണ്ടാവും ആ സമയത്തൊക്കെ. അതൊന്നും ഇപ്പൊ നമുക്കത് ബോധറേഷനേ അല്ല. നമുക്ക് അവിടെ ആ സ്ഥലങ്ങളുണ്ടോ, എന്റെ ബന്ധുമിത്രാദികളുണ്ടോ, എന്റെ സുഹൃത്തുക്കളുണ്ടോ, അവരുമായിട്ട് ഞാൻ എന്തൊക്കെ ഇടപെട്ടിട്ടുണ്ട്, എന്റെ മക്കളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിലെല്ലാം നടന്നിട്ടുള്ളതാണ്. കാരണം നമ്മളെല്ലാം ഈ ഒരു എറ്റേണൽ പേഴ്സൺസ് ആണ്. നമ്മളാരും ആത്മീയ ലോകത്തിൽ നിന്ന് ഇതിനെ ഉദ്ധരിക്കാൻ വന്ന വ്യക്തികളെല്ലാം നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാം സാധാരണ സാധക ഭക്തന്മാരാണ്. ഇതേപോലെ ആത്മീയ ആചാര്യന്മാര് വരുന്നത് പോലെ ആത്മീയ ലോകത്തിൽ നിന്ന് വന്ന് ലീല കാണിക്കുന്ന വ്യക്തികളെന്നല്ല. നമ്മൾ സാധാരണമായിട്ട് പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ഭക്തി പരിശീലിക്കുക. അപ്പൊ നമുക്കെല്ലാം പൂർവ്വജന്മങ്ങളുണ്ട്. അപ്പൊ അതിലെല്ലാം നമുക്ക് എത്രയോ എത്രയോ ആൾക്കാരും എത്രയോ എത്രയോ ബന്ധുജനങ്ങളും എത്രയോ എത്രയോ പ്രോപ്പർട്ടീസും എത്ര കാറും എത്ര നായ്ക്കുട്ടികളും ഒക്കെ നമുക്ക് അതെല്ലാം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് ഇപ്പൊ ഓർമ്മ പോലും ഇല്ല. പക്ഷെ അതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ജന്മങ്ങളിലൊക്കെ എത്രമാത്രം ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെയാണ് നമ്മൾ ഈ ജന്മവും ഒരുപാട് കാര്യങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത്. അടുത്ത ശരീരം വരുമ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നു. നമ്മൾ ഈ KBRൽ നിൽക്കുന്നതും KBRൽ പോകുന്നതും നമ്മുടെ കുട്ടികളെ കുറിച്ചും കുട്ടികളുടെ പേരും ഭാര്യയുടെ പേരും എല്ലാം നമ്മൾ മറന്നു. അടുത്തൊരു ശരീരമായിട്ടായിരിക്കും നമ്മൾ അവിടെ. ആ ജീവിതത്തിന്റെ ഉത്കണ്ഠകളായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഈ ഭഗവത്ഗീത വെച്ച് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, ഇതൊന്നും നിന്റേതല്ല, നീ ജസ്റ്റ് ഇതിന്റെ കെയർ ടേക്കേഴ്സ് മാത്രമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ സഹിക്കാനായിട്ട് നമുക്ക് പറ്റും. ദ്വന്ദ്ങ്ങളെ ഒരേപോലെ സഹിക്കാൻ പറ്റും. അനിഷ്ടത്തെ ഇഷ്ടത്തെ ഒരേപോലെ സഹിക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കും. ഇന്നല്ലേ നമുക്ക് എപ്പോ വേണമെങ്കിലും ഭഗവാൻ ഇവിടുന്ന് വിളിച്ചാൽ നമുക്ക് പോകാം, ഒരു പ്രശ്നമില്ല. ഇത് ഭഗവാൻ നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് ഏൽപ്പിച്ചു തന്നു. നാളെ ഭഗവാൻ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇത് ഞാൻ പറഞ്ഞു അപ്പോഴേ ടാറ്റ പറഞ്ഞു പോകാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പം നമുക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാന്റെ അടുത്ത് പോകാനുമുള്ള ഇത് ഒറ്റയടിക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ കേട്ടു എന്ന് വിചാരിച്ച് നമുക്കിത് ലൈഫിലേക്ക് അത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ ഇമീഡിയറ്റ്ലി നമ്മൾ ഇത് കഴിയുമ്പോൾ ഉടനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ പഴയ പോലെ ഈ ലൈഫിനെ കുറിച്ച് മാത്രമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ ബുക്സുകൾ വായിക്കാൻ പ്രത്യേകിച്ച് ഓരോ വട്ടവും ഈ ബുക്കുകൾ വായിക്കുമ്പം അറ്റ്ലീസ്റ്റ് രാവിലെയെങ്കിലും അതൊരു റിമൈൻഡർ ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരിക, ഇത് ഞാൻ ഇവിടുന്ന് വിട്ടുപോകാനുള്ള സ്ഥലമാണ്. ജീസസും പറഞ്ഞു. ഇപ്പൊ ക്രിസ്മസ് ഇപ്പൊ കഴിഞ്ഞതാണ് അല്ലേ, ഇന്ന് ജീസസ് പറഞ്ഞ കാര്യമാണ്, ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ് എന്നാണ് പറഞ്ഞത്. ജീസസ് പറഞ്ഞത് ഒരു പാലമാണ്. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ പാലമാണ്. പാലം കടന്ന് പോകുന്നതാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി. പാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. എന്തായാലും നമ്മളെ പാലത്തിൽ നിൽക്കാൻ പോകുന്നില്ല, നമ്മൾ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്ന എല്ലാവരും പ്രായമുള്ളവരും പ്രായമില്ലാത്ത എല്ലാവരും ആ ഒരു ഡിറ്റാച്ച്ഡ് മെന്റാലിറ്റി. ഡിറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും ആരോട് സ്നേഹമില്ല എന്നുള്ളതല്ല. അത് നമ്മൾ വിചാരിച്ച
എനിക്ക് ഇവരൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും സ്നേഹം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. നമ്മള് ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ഫാമിലിയോട് അറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. നമുക്കപ്പം ഭഗവാനുമായിട്ട് ബന്ധം വരും. ഭഗവാനുമായിട്ട് ബന്ധം വരുമ്പം നമ്മുടെ ഈ ചെറിയ ഫാമിലിയോട് മാത്രമല്ല, ഈ ഹോൾ പ്രപഞ്ചത്തിലെ എല്ലാവരോടും നമുക്ക് ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഫാമിലി മാത്രം നമ്മുടെ ഫാമിലി എന്ന് വിചാരിക്കില്ല. കാരണം ഇതായിരിക്കത്തില്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ഫാമിലി, അടുത്ത ജന്മത്തിൽ നമ്മുടെ ഫാമിലി. നമ്മൾ ചിലപ്പോൾ ശത്രുവായിട്ട് കണ്ട ആളായിരിക്കും നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ട് വരുന്നത്. അപ്പം ആഹ്, അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും എന്റേതല്ല, ഇത് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നതാണ്, ഇത് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞാനപ്പം എനിക്ക് ഈ മനുഷ്യജന്മം കിട്ടിയത് ഞാൻ ഭഗവാന് വേണ്ടി ആണ് എന്നുള്ള ഒരു കാര്യം, ഭഗവാനെ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്താണ് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പീസ്ഫുള്ളി നാമം ചിന്തിക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ സാധനയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഈ ഓരോരോ കൺസെപ്ഷൻ നമ്മൾ വച്ചിരിക്കുന്നതുകൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് തിയറിറ്റിക്കലി എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഒന്നും എന്റെ സ്വന്തമല്ല. ഈ KBR നമ്മുടെ സ്വന്തമല്ല, കൃഷ്ണബലറാം ടെമ്പിള് നമ്മുടെ നമ്മൾ കെയർ ചെയ്യണം. സ്വന്തമല്ല എന്ന് വെച്ചാൽ അവഗണിക്കാൻ പാടില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പം ഇതിനകത്ത് പേരും പ്രശസ്തിയും അഭിമാനവും ദുരഭിമാനവും സന്തോഷവും സുഖവും എല്ലാം താൽക്കാലികങ്ങളാണ്. പക്ഷെ എന്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് എന്റെ ബന്ധം പുനഃസ്ഥാപിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ എന്ന് വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഒരു സിമ്പിൾ ഒരാൾക്ക്, ഒരു സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു ചെറിയൊരു കുടിലിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് കുറച്ച് കാര്യങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൂ. അയാൾക്ക് ചിലപ്പോൾ ഒരു പശു കാണും, കുറച്ച് ഇത് കാണും, ഒരു പുല്ല് ഇതൊക്കെ കാണും, കുറച്ച് ചെറിയ ചെറിയ ഇത് കാണും, ഒന്നോ രണ്ടോ തുണികൾ മാത്രമായിരിക്കും കാണുക. പക്ഷെ നമ്മൾ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം എൻ്റെ ആണെന്നും ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് പാടാണ്. നമുക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ ഓക്കെ, രണ്ട് മൂന്ന് കാർ ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ഓരോ കാറിന് സർവീസ് കൊടുക്കാൻ പോകണം, ഓരോ കാറിന് എയറിൽ ടയറിൽ ഇതടിക്കാൻ നോക്കണം, അങ്ങനെ എന്തെല്ലാം ഇതാണ് വരുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ എന്റെ ഉടമസ്ഥനാണോ ചിന്തിക്കും തോറും അത് നമുക്ക് അത്രയും അതിനകത്ത് ഇൻവോൾവ്മെന്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഉള്ളത് ഭഗവാൻ ആയിട്ട് തന്നതുകൊണ്ട് തൃപ്തിയായിട്ട് ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ സർവീസിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് നമ്മൾ പ്രോപ്പർലി കെയറും ചെയ്യണം. അത് പ്രഭുപാന്റെ ഒരു ഉദാഹരണമുണ്ട്. വെസ്റ്റ് വെർജീനിയയിലെ കീർത്തനന്ദ മഹാരാജന് ഒരു 3000 ഏക്കർ സ്ഥലം കിട്ടി. ഒരാള് ഇത് കൊടുത്തു. അവിടെയാണ് അദ്ദേഹം പാലസ് ഓഫ് പ്രഭുപാദ് എന്ന് പറഞ്ഞൊരു വലിയ ടെമ്പിളൊക്കെ വെച്ചത്. അപ്പൊ അത് ഒരാളുമായിട്ട് അയാള് ഒരു തൊട്ടടുത്ത് തന്നെ 3000 ഏക്കർ എന്ന് വെച്ചാൽ എത്ര വലിയ സ്ഥലമാണ്. അപ്പൊ അത് വളരെ നല്ലൊരു വിലക്കാണ്, നല്ല റീസണബിൾ ആയിട്ടുള്ള വിലക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പം പ്രഭുപാദ് അതിന്റെ എല്ലാ ഡീറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അപ്പം അദ്ദേഹം പ്രഭുപാദിനെ കണ്ടപ്പം പ്രഭുപാദിനോട് അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് 99 ഇയേഴ്സിലേക്ക് നമുക്ക് ഇത് സ്ഥലം നമുക്ക് ലീസിന് കിട്ടി. കീർത്തനന്മാർ വളരെ സന്തോഷത്തിലാവുന്നു. 99 വർഷത്തിലേക്ക് നമുക്ക് ഈ സ്ഥലം ലീസിന് കിട്ടി പ്രഭുപാദ്. പ്രഭുപാദ് ഉടനെ സന്തോഷിക്കുകയൊന്നും അല്ല ചെയ്തത്. പ്രഭുപാദ് ഉടനെ പറഞ്ഞത്, ഈ 99 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും? പ്രഭുപാദ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചേ ഇല്ല കീർത്തനന്മാരാണ്. കാരണം കീർത്തനമായ 99 വർഷം ജീവിക്കാൻ പറ്റും, എന്തായാലും നമുക്ക് ഇത്രയും കിട്ടി, നമുക്ക് ഇതിനെ കുറിച്ച്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നീ മരിച്ചവും ഞാനും മരിച്ചവും, പക്ഷെ ഈ പ്രസ്ഥാനം നിൽക്കും. അതുകൊണ്ട് 99 വർഷത്തിന് ശേഷം ഇത് ഇസ്കോണിന് വന്ന് ചേരണം എന്ന ഡീഡ്സ് അതിനകത്ത് എഴുതി വെക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അത് മനസ്സിലാക്കിയാണ് അദ്ദേഹം പിന്നെ പോയി അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ ഒരു ഡീഡ് 99 ഇയേഴ്സിന് ശേഷം ഈ പ്രോപ്പർട്ടി ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു ചേരുമെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അപ്പം നമ്മള് ഒന്നും നമ്മുടേതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ പ്രോപ്പർലി കെയർ ചെയ്യണം. അവഗണിക്കാനും പാടില്ല. നമ്മളത് പ്രോപ്പർലി കെയറും കൂടെ ചെയ്യണം.
അപ്പൊ അത് പ്രഭുപാന്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് നമ്മുടേതല്ലെങ്കിൽ വേറൊരാളുടേതാണല്ലോ. വേറെ ആളുടെ വെച്ചാൽ ഭഗവാന്റെയാണ്. അപ്പൊ ഭഗവാൻ കാരുണ്യം ചെയ്തിട്ടാണ് എനിക്കൊരു ഭാര്യയെ കിട്ടിയത്, എനിക്കൊരു ഭർത്താവിനെ കിട്ടിയത്, എനിക്കൊരു കുട്ടികളെ കിട്ടിയത്, എനിക്കൊരു വീട് കിട്ടിയത്, എനിക്ക് ഈ ശരീരം കിട്ടിയത്. ഇതെല്ലാം ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്ന കോട്ടാസാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പർലി കെയർ ചെയ്യുകയും ചെയ്യും. അതിനെ അവഗണിക്കാൻ പാടില്ല. ഇതൊന്നും എന്റേതല്ല, അതുകൊണ്ട് ഇതുമായിട്ട് എനിക്ക് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഭഗവാന്റെ ഒരു പ്ലാൻ കൊണ്ടാണ് ഇവരെല്ലാം നമ്മുടെ കൂടെ വന്നത്. അപ്പൊ അവരെയൊക്കെ പ്രോപ്പർലി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യം. അപ്പൊ ഒരേ സമയം തന്നെ ഇതൊന്നും എന്റേതല്ല എന്ന് മനസ്സിലാക്കുകയും അതേ സമയം തന്നെ ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർലി ഭഗവാന്റെ സേവനത്തിൽ കെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മള് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഇതിപ്പം ഒരു പാസീവ് നോളജ് ആണ്. ഞാനിവിടെ ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇതെല്ലാം കേൾക്കുന്നു. പക്ഷെ ഇതൊന്ന് ജസ്റ്റ് ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഓരോ വ്യക്തികളും ജസ്റ്റ് ഒന്ന് അത് ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഇതെല്ലാം എന്റേതാണോ യഥാർത്ഥത്തിൽ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകുമ്പോഴും എപ്പോഴെങ്കിലും ഒരു 2 മിനിറ്റ് എങ്കിലും സമയം കണ്ടെത്തി അതൊന്ന് ചെയ്ത് നോക്കണം. ഇതൊക്കെ എനിക്ക് മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്റെ സ്വന്തമാണോ, അതോ എന്റെ കെയറിൽ വന്നവരാണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം. എന്റെ കെയറിലാണോ എന്നുള്ളത്. ഞാനൊരു ഒരു ലെക്ചറിൽ കേട്ടയാണ്, ഒരു ഡിവോട്ടിയുടെ വീട്ടില് ഒരു ഡിവോട്ടി പോയപ്പം അയാള് ഭഗവത്ഗീത എടുക്കുന്നു. ഭഗവത്ഗീത എടുത്തപ്പം നമ്മളൊക്കെ ഒരു ബുക്ക് കിട്ടിയാൽ എന്താ ചെയ്യും? നമ്മുടെ പേര് എന്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കും. അപ്പം അപ്പൊ ഒരു ഭഗവത്ഗീത എടുത്ത് അയാൾ ഇങ്ങനെ ഫ്രണ്ട് പേജിലോട്ട് നോക്കിയപ്പം ആ ഡിവോട്ടി ഒന്ന്, ദിസ് ബുക്ക് ഈസ് അണ്ടർ ദ കെയർ ഓഫ് സോ ആൻഡ് സോ ദാസ്. ഈ ബുക്ക് ഇന്ന ഇന്ന വ്യക്തിയുടെ കെയറിലാണ് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഇത് എന്റെ ബുക്ക് എന്ന് അദ്ദേഹം എഴുതുന്നില്ല, കെയറിലാണ് എന്ന്. അപ്പൊ അതേസമയം ബുക്കിനെ സംരക്ഷിക്കുകയും ചെയ്യും, അതേസമയം ഇത് ഞാൻ എന്റെ ഓണർ അല്ല എന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. ഇത് ഈ ആത്മാവ് ഈ ഭഗവത്ഗീതയും കൊണ്ടല്ലല്ലോ പോകുന്നത്. ആത്മാവ് പോകുമ്പോ ഒന്നുമില്ല, ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ ജപമാല പോലും നമ്മൾ ഇവിടെ വെച്ചിട്ടാ പോകുന്നത്. അപ്പം അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരേ സമയം തന്നെ നമ്മൾ ഇത് ഓരോരുത്തരും, ഞാൻ നമ്മൾ എത്ര എല്ലാ ഡിവോട്ടീസും ക്ലാസ് എടുക്കും, ആത്മാവിനെ കുറിച്ച് പറയും. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് പുതിയ ഡിവോട്ടീസ്, അവര് ഒന്ന് ഹൃദയത്തിലേക്ക് എടുത്ത് ശ്രദ്ധിക്കണം നമ്മളെ. നമുക്ക് ഒരു വട്ടമെങ്കിലും ആ റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പീസ്ഫുൾ ആവും, നമ്മുടെ ജീവിതം വളരെ ശാന്തമാവും. ഇതെല്ലാം വന്നാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ പോയി തീരും. ഞാനെന്ന് പറഞ്ഞ ഇവിടെ കാണും, ഭഗവാൻ ഇവിടെ കാണും. ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ശാശ്വതമായിരിക്കും, ബാക്കി എല്ലാം താൽക്കാലികമാണ് എന്ന് നമുക്ക് ആ ഇത് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ജീവിതത്തിൽ, എന്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഇത് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും ഉത്കണ്ഠകളും പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഇത് വളരെ പ്രാധാന്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ് ഈ നിർമ്മാന മോഹ അത് പറഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം അവസാനം വന്നു ചേരുന്ന പ്രഭുപാദം എന്റേത്, ആ എന്റേന്നുള്ള അഹങ്കാരം ആദ്യം ഇല്ലാതാകണം എന്നുള്ളതാണ് പ്രഭുപാദ ഭാവാർത്ഥത്തിൽ മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വായിച്ച നല്ലൊരു ഭാവാർത്ഥമാണ്. വീട്ടിൽ പോയെന്ന് വായിച്ച നല്ല ഒരു ഇതാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ട്? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയം? വാക്കിന്റെ അർത്ഥം പോഷത്വമാണ്. പോഷത്വം എന്ന് വെച്ചാല് മണ്ടത്തരം എന്നാണ് അർത്ഥം. മണ്ടത്തരം. നമ്മള് ഇതൊന്നും നമ്മുടേതല്ല, ഇവിടെ വന്ന് കുറച്ച് നാൾ എന്നിട്ട് ഇതെല്ലാം നമ്മുടേതാണെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. മറ്റാർക്കെങ്കിലും? പറഞ്ഞ പോലെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യാറേ ഇല്ല. നമ്മളെല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്തു പോവാണ്.
ഇപ്പൊ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് നമ്മുടെ റിയൽ പൊസിഷൻ. പക്ഷെ വീണ്ടും നമ്മൾ ആക്ടിവിറ്റിയിലോട്ട് വരുമ്പോൾ വീണ്ടും മറക്കുന്നു. അപ്പോൾ അതിന് കോൺസ്റ്റന്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങളുണ്ട് പോകുന്നു, ഇന്റൻഷനും ഇൻക്ലിനേഷൻ. ഞാൻ ഒരു മെസ്സേജിൽ പറഞ്ഞതാണ്. നമുക്ക് നമുക്ക് ഭഗവത്ഗീതയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ അറിയാം. പ്രഭുപാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ആത്മാവാണെന്നും ഞാൻ ഭഗവാന്റെ സേവകനാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഭഗവത്ഗീത മനസ്സിലായി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്റൻഷൻ. അതാണ് ഞാൻ ആഹ് ഗുരു പറയുന്നത് പോലെ 16 മാല ജപിക്കുകയും യമനിയമങ്ങൾ പാലിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം അതിന്റെ പുറകിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ഇൻക്ലിനേഷൻ. നമ്മൾ ഒത്തിരി ജന്മജന്മാന്തരങ്ങളായിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ ഭൗതിക ലോകത്തിൽ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ചില വാസനകളുണ്ട്. ഒരു ഒരു ഇങ്ങനെ ഒരു പുഷിങ് പോലെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഇതൊക്കെ നമുക്ക് തിയററ്റിക്കലി അറിവുണ്ടെങ്കിലും വേറെ ആരുമില്ലാത്ത സമയത്തും നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയത്തും അപ്പം ആരും നമ്മളെ മോണിറ്റർ ചെയ്യാനില്ല എന്ന് വരുമ്പോഴത്തേന് ആ വാസനകൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് പെട്ടെന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചു, ഇതൊക്കെയാണ് എല്ലാം പഠിച്ചു, പക്ഷെ ഇത്രയും ജന്മജന്മാന്തരങ്ങളായിട്ട് ഡിഫാൾട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയും, ഞാൻ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലായി ആത്മാവാണെന്ന്. പക്ഷെ നമ്മള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ശരീരമാണെന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇത്രയും ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് വാസന. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്നു ചേരും. ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രഭുപാന്റെയും പഞ്ചതത്വയുടെയും കാരുണ്യം കൊണ്ട് ഈ ഒരു മൊമെന്ററി, ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് 15-20 മിനിറ്റില് നമ്മൾ ആ ഒരു റിയലൈസേഷനിലേക്ക് വരും, ഞാൻ ആത്മാവാണ്. പക്ഷെ അത് തിരിച്ചിറങ്ങുമ്പോഴത്തേന് ഭയങ്കര വേവായിട്ട് ആ വാസനകൾ നിൽപ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് നമ്മളെ കുടുക്കിക്കളയും. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പറയുന്നത്. ശീല പ്രഭുപാദ് ഒരു കാര്യം പറയുന്നുണ്ട്, ഐ വിൽ നെവർ ഫാൾ ഡൗൺ. ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല. എന്തുകൊണ്ടാണ് പ്രഭുപാദ് അത്ര സ്ട്രോങ് അത്ര സ്ട്രോങ് വ്യക്തി ആയതുകൊണ്ട് പറയുന്നല്ല. ബിക്കോസ് ഐ എം ഓൾവേസ് പ്രേയിങ് ടു കൃഷ്ണ സോ ഹി ക്യാൻ പ്രൊട്ടക്ട് മീ. ഞാൻ കൃഷ്ണനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമേ എന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ ആശയം. നമ്മളിപ്പം ക്ലാസ് കേട്ടു, നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും നാൾ നാമം ജപിച്ചു, ഇത്രയും നാൾ ബുക്ക് വായിച്ചു, ഇത്രയും സേവനം ചെയ്തു, ഈ അഴുക്ക് ചിന്ത എങ്ങനെയാണ് എന്റെ ഉള്ളിൽ വന്നത് നമുക്ക് തന്നെ തോന്നും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും ഇതൊന്നും ഒരിക്കലും പോകത്തില്ലേന്ന് തോന്നും. പക്ഷെ ഇത് അത്ര ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഇതാണിത്. അപ്പൊ അതിൽ നമുക്ക് ഒരു ഹയർ ടേസ്റ്റ് കിട്ടിയാൽ നമുക്കത് പുറത്തു വരാൻ പറ്റും. പക്ഷെ അത് എത്തുന്നത് വരെ നമ്മൾ നിരന്തരം ഭഗവാനെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെന്ന് വെച്ച് പുറത്തിറങ്ങി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ നല്ലൊരു കടയിൽ നല്ല അൺഓഫേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഇത് വരും. നമുക്കത് പോയി കഴിക്കണം എന്നുള്ള ഇതൊക്കെ വരും. അപ്പം അത് നമ്മുടെ വാസനയാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഓഫർ ചെയ്യാത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ഇപ്പൊ കഴിക്കുന്നു, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയും കൺട്രോൾ ചെയ്യും. എല്ലാവരും ഇല്ലാത്തപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് ടെൻഡൻസി വരും. അപ്പൊ അത് ആ അത്ര പവർഫുൾ ആണ് ആ വാസന. അപ്പൊ നമ്മൾ ഇത് ഓർത്തിട്ട് ഭഗവാനോട്, കൃഷ്ണ ഞാൻ ഇതിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, മിക്കവാറും വീഴും. അതുകൊണ്ട് ഞാൻ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പൊ പ്രഭുപാദ പോലും അങ്ങനെയാ ചെയ്യുന്നത്. പ്രഭുപാദ അദ്ദേഹത്തിന് ഹ്യൂമിലിറ്റി കൊണ്ട് പറയുന്നതാണ്. പക്ഷെ എന്നാലും പ്രഭുപാദ നമുക്ക് കാണിച്ചു തരികയാണ്, എപ്പോഴും നമ്മൾ ഭഗവാനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഭൗതിക ലോകത്തിൽ എക്സ്റ്റേണൽ അല്ല, നമ്മുടെ ഉള്ളിലും ശത്രു ഇരിപ്പുണ്ട്, ആ വാസനകൾ ഇരിപ്പുണ്ട്. എക്സ്റ്റേണലി മാത്രമല്ല. ചിലപ്പോൾ നല്ല അന്തരീക്ഷമായിരിക്കും, എന്നാലും നമുക്ക് തെറ്റായ ചിന്തകളായിരിക്കും തോന്നുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ ചിന്ത വരുന്നത് തെറ്റായിരിക്കും. അപ്പം വെളിയിൽ മാത്രമല്ല നമ്മളെ സ്വാധീനിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ ഉള്ളിലെ ജന്മജന്മാന്തരങ്ങളായിട്ട് ആ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട്
നമ്മൾ എക്സ്റ്റേണലി ഡിവോട്ടി ആണ് എന്നെല്ലാം നമ്മൾ ഇത് മെച്ചർ ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ശത്രു പുറത്ത് നമ്മുടെ മുകളിൽ ഇരിപ്പുണ്ട്, വാസനകൾ ഇരിപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നിരന്തരം നമ്മൾ ഭഗവാനെ അഭ്യർത്ഥിച്ചാൽ മാത്രമേ. പ്രഭുപാദിന്റെ ശിഷ്യന്മാർക്ക് എന്താ പറ്റുമോ? പ്രഭുപാദ് പ്രഭുപാദിന് ഏകദേശം 5000 ശിഷ്യന്മാരുണ്ട്. അതിൽ 4000 പേർക്കും ഇസ്കോൺ വിട്ടു പോകേണ്ടി വന്നു. ഇസ്കോൺ ഏകദേശം 1000-ഓളം പേര് മാത്രമേ പ്രഭുപാദിന് ശേഷവും സ്ട്രോങ് ആയിട്ട് നിന്നുള്ളൂ. മായയുടെ ശക്തി, പ്രഭുപാദിനെ പോലുള്ള പരിശുദ്ധ ഭക്തന്റെ ശിഷ്യന്മാരാണ്. അതില് 1/5 ആൾക്കാർക്കേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. 1000 പേരോളമേ ഇസ്കോണിൽ ആക്റ്റീവ് ഉള്ളൂ, ബാക്കി ആരും ഇല്ല. അപ്പൊ അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ എന്ത് സമയം പ്രഭുപാദ് ഉള്ള സമയത്ത് നമുക്ക് തിയറി എല്ലാം അറിയാം. ഇത് ചെയ്യണം, അത് ചെയ്യണം, നമ്മൾ ആത്മാവാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ നമ്മള് ഇതെല്ലാം അറിയാം. നമുക്കിപ്പം ചില ഡിവോട്ടീസ് ഇപ്പം എനിക്കറിയാം, പ്രൂവിനും അറിയാമായിരിക്കും ആ ഡിവോട്ടി ഓൾറെഡി എല്ലാം അറിയാം. ഇനി എന്തിനാ ക്ലാസ് കേൾക്കുന്നതെന്നുള്ളൊരു ഇതാണ്. അപ്പൊ എല്ലാം അറിയാം എന്നുള്ളത്. കാരണം അവർക്ക് അറിയാം, ബേസിക് ഫിലോസഫീസ് എല്ലാം അറിയാം. പക്ഷേ അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാല്, ഭക്തന്മാരുടെ അസോസിയേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് കെയർലെസ് ആവും. ഇതെല്ലാം അറിയാലോ. അപ്പം റൂൾസ് റെഗുലേഷൻസ് അതെല്ലാം ജൂനിയർ ആയിട്ടുള്ള പുതിയ ആൾക്കാർക്കാണ്. നമ്മൾ ഓൾറെഡി ഇനിഷ്യേറ്റഡ് ആണ്, നമ്മൾ എല്ലാ ബുക്കെല്ലാം വായിച്ചു കഴിഞ്ഞവരാണ്. അപ്പൊ നമുക്കത് അത് കെയർലെസ് ആയാൽ എന്താ പ്രശ്നം? എനിക്കങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ആ സമയമാണ് ഈ വാസനകൾ വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകും. ആ ഇൻക്ലിനേഷൻ അവിടെ കിടക്കുകയാണ്. നമുക്കിപ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാന്റെ അടുത്തേക്കോ ഭഗവാന്റെ കീർത്തനം ചെയ്യാനോ അങ്ങനെയല്ല നമ്മൾ പോകുന്നത്. പക്ഷെ പ്രഭുപാന്റെ കാരുണ്യം കൊണ്ട് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം നോക്കിയാലും നമ്മൾ ഭൗതികതയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ വാസനകൾ അങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഇന്റൻഷൻ ശരിയാക്കിക്കൊണ്ട്, പക്ഷെ ആ ഇൻക്ലിനേഷനും കൂടെ പ്യൂറാണ്. ഇൻക്ലിനേഷൻ പ്യൂർ ആവണമെങ്കിൽ നിരന്തരം നമ്മൾ ഭഗവാനോട് ബെഗ് ചെയ്തിട്ട്, നമ്മൾ എത്ര സീനിയർ ആയാലും എത്ര ഗുരു ആയാൽ പോലും നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാണ്. അതിലൊരു ഉദാഹരണം, ശ്രീധര മഹാരാജൻ എന്ന് പറഞ്ഞൊരു മഹാരാജൻ. അദ്ദേഹം സമാധിയായി. അദ്ദേഹം ഫസ്റ്റ് ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം പ്രഭുപാദിന്റെ അടുത്ത് ദീക്ഷ എടുക്കാനായിട്ട് ചെന്നു. അദ്ദേഹം പറയാം, പ്രഭുപാദിനെ കണ്ടപ്പോ അത്ര എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അത്രയും ഭയവും സ്നേഹവും എന്തെല്ലാം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രഭുപാദിന്റെ അടുത്ത് വീണ് മാല തരുന്നതിന് മുമ്പ് നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമോ ശുഭദായ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്ന് പ്രഭുപാദ് അദ്ദേഹത്തിന് മാല ഇങ്ങനെ കൊടുക്കാൻ, ഓ യു ആർ എ ബ്രഹ്മചാരി എന്നിങ്ങനെ പറഞ്ഞു. നീ ഒരു ബ്രഹ്മചാരിയാണല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം അത്ര ഭയവും ഇതും എല്ലാം കൊണ്ടൊന്നും ഒന്നും കേൾക്കുന്ന ഒന്നുമില്ല അത്ര. ഒരു ഡിവോട്ടി വിളിച്ചിട്ട് പ്രഭു അതിനെ കുറിച്ച് പ്രഭുപാദ് ചോദിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വന്നത്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, ഓ നീ ഒരു ബ്രഹ്മചാരിയാണോ എന്നിങ്ങനെ ചോദിച്ചു. പിന്നെ അദ്ദേഹം ഫുൾ ബ്രഹ്മചാരിയായിട്ട് തുടർന്നു, സന്യാസം എടുത്തു. കാരണം പ്രഭുപാദ് നീ ഒരു ബ്രഹ്മചാരി ആണോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തെ എടുത്തത് ഞാൻ എന്നും ബ്രഹ്മചാരിയായിട്ട് ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന് ജോളി സ്വാമി എന്ന് പറയും, ഭയങ്കര തമാശയൊക്കെ പറയുന്നത്. അവസാനം ക്യാൻസർ വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അതും അത്രയും തന്നെ കോൺഷ്യസ്നെസ് ഭയങ്കരമാണ്. അദ്ദേഹം ക്യാൻസർ വന്ന് ലിവർ ക്യാൻസർ ആവുന്നത്. ലിവർ ക്യാൻസർ വന്നിട്ട് അത് വെള്ളം കിട്ടും നമ്മുടെ ഇതിനകത്ത്. വയറൊക്കെ ഭയങ്കര വീർത്ത് വലിയതായിട്ട് വരും. പ്രഭുവിനെ അറിയാം, പ്രഭുവിന്റെ അനിയന് അങ്ങനെ ഒരു ഇത് വന്ന് ഓർമ്മയുണ്ടാവും. അപ്പം ഭയങ്കര വെള്ളം കെട്ടും. അപ്പൊ വെള്ളം കെട്ടി ഇത്രയും നിറഞ്ഞു നിൽക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ വന്ന് അതിൽ നിന്ന് കുത്തി വെള്ളം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു വട്ടം ഇദ്ദേഹം ഇങ്ങനെ ഡോക്ടർ കാണാൻ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പം ഡോക്ടർ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേന് ഇത്രയും വയറിങ്ങനെ വീർത്തിരിക്കുമ്പോഴത്തേന് അദ്ദേഹം ഇങ്ങനെ അത്രയും എല്ലാ ഡ്യൂട്ടീസ് ഇരിക്കുന്ന സമയത്ത് ഏകദേശം എൻഡ് ആവാറാണ്. ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട്, ഡോക്ടർ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഡോക്ടറോട് അദ്ദേഹം ചോദിച്ചു, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. എന്നിട്ട് അദ്ദേഹം ചിരിച്ചു. അപ്പം അത്ര ആ ഒരു ജോളി, അതുകൊണ്ട് അദ്ദേഹം ജോളി സ്വാമി എന്നാണ് പറയുന്നത്, ശ്രീധർ സ്വാമി. അപ്പൊ അദ്ദേഹം
തന്റെ ഒരു അനുഭവമായിട്ട് പറഞ്ഞത്, എന്നോട് പ്രഭുപാദ് ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇപ്പൊ സന്യാസിയാണ്, വളരെ പ്രായം ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ കോൺസ്റ്റന്റ്ലി പ്രഭുപാദിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഉന്നതനായ വ്യക്തിയിൽ സ്ട്രഗിൾ ചെയ്യാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ എപ്പോഴും ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനായിട്ട് സാധിക്കും. Yes. മാതാജി സൈഡ്സിലെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ആത്മാവാണ് എന്നുള്ള ചിന്ത വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് ഒരു എക്സാമ്പിളിലൂടെ പറയാൻ ശ്രമിക്കാം. ഇപ്പൊ ഒരു പോലീസുകാരന് യൂണിഫോം ഉണ്ട്, അയാൾക്ക് കയ്യില് ലാത്തിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അയാൾക്ക് അയാൾ പോലീസാണെന്ന് എപ്പോഴും അയാൾക്ക് ഓർമ്മ വരുന്നത് അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം, അയാളുടെ യൂണിഫോം എടുത്തിടുമ്പം, പോലീസിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് പോലീസാണ്. അപ്പൊ അയാൾ വീട്ടിലിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിലൊന്നും പോകുന്നില്ല. പോലീസ് യൂണിഫോം അയാൾ എവിടെയോ മടക്കി വെച്ചേക്കുക, കാണുന്നേ ഇല്ല. പിന്നെ അയാള് പോലീസിൻ്റെതായ ഒരു വർക്കും അദ്ദേഹം ചെയ്യുന്നുമില്ല. അദ്ദേഹത്തിന് തന്നെ കുറച്ച് കഴിയുമ്പം ഞാൻ പോലീസാണെന്ന് മറന്നു പോകും. അപ്പം നമ്മൾ ആത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലേ ആത്മാവാണെന്നുള്ള ഓർമ്മ നമുക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ വാസനകൾ വന്ന് നമ്മൾ വീണ്ടും ശരീരമാണെന്നുള്ള തോന്നും. അതിന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് 16 മാല ജപിക്കാനും യമനിയമങ്ങൾ പാലിക്കാനും ഈ പ്രസ്ഥാനത്തെ സേവനം ചെയ്യാനും ഒക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ് അതിൽ അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഞാൻ സോൾ ആണെന്നുള്ള ഒരു ഇതിൽ നിൽക്കാനായിട്ട്. എന്തെങ്കിലും ഗോപിപ്രിയയുടെ ബർത്ത്ഡേ മഹാജയമൊക്കെ ഇന്ന് പ്രസാദം, വിലാസൻ മഹാജയമൊക്കെ പ്രസാദം തന്നിരിക്കുകയാണ്. അപ്പം ഗോപിപ്രിയയ്ക്കും ഫാമിലിക്ക് എല്ലാവർക്കും ആയിട്ട് നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശീല പ്രഭുപാദ് കി ജയ്.